ഹായ് ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര പറമ്പിക്കുളത്തേക്കാണ് കേട്ടോ. രാവിലെ മോർണിംഗ് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചത്, ഫസ്റ്റ് സഫാരി തന്നെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നൈറ്റ് കിടന്നത്. പക്ഷേ എണീക്കുമ്പോഴേ ലേറ്റായി. അതുകൊണ്ട് ഞങ്ങൾ പോകാനും ലേറ്റായി. ഞങ്ങളൊരു 8-8:30-9 മണിക്കാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പാലക്കാട് ടൗണിൽ നിന്ന് ഒരു 73 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനുണ്ട് പറമ്പിക്കുളത്തേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നെറ്റ്വർക്ക് ഭയങ്കര ശോകമാണ്. നെറ്റ്വർക്ക് ഒന്നും തീരെ കിട്ടില്ല. പിന്നെ നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ വർക്ക് ചെയ്യാനും നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പോകുന്ന എല്ലാവരും ക്യാഷ് കയ്യിൽ കരുതുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞങ്ങളും ഇറങ്ങി ATM ക്യാഷൊക്കെ എടുത്തിട്ടാണ് യാത്ര തിരിക്കുന്നത്. പറമ്പിക്കുളത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ തമിഴ്നാട് വഴി പോയി തമിഴ്നാട് ബോർഡർ ക്രോസ് ചെയ്തിട്ട് വേണം പറമ്പിക്കുളത്തേക്ക് എത്താൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ബോർഡൊക്കെ കണ്ട് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് ടേൺ ചെയ്തപ്പോൾ ഗൂഗിൾ മാപ്പ് പറഞ്ഞു പറമ്പിക്കുളം ക്ലോസ്ഡ് ആണെന്ന്. അപ്പം ഞങ്ങൾ ടെൻഷനായി, ഇനി ഇങ്ങോട്ട് പോവാം, അയ്യോ ക്ലോസ്ഡ് ആണോ, ഇത്ര ദൂരം വന്നല്ലോ എന്നൊക്കെ വെച്ചാൽ. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയി. പക്ഷെ പോയി നോക്കുമ്പോഴാണ് ഈ പറമ്പിക്കുളത്തിൻ്റെ ഗേറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങളെല്ലാവരും ഹാപ്പി ആയത്. ഇതാണ് ഒരു മെയിൻ എൻട്രൻസ് പോയിന്റ് എന്ന് പറഞ്ഞത്. ഇവിടെ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. പിന്നെ നമ്മുടെ വണ്ടിയൊക്കെ ഇവർ ആക്ച്വലി ചെക്ക് ചെയ്യും, നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നുണ്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവർ ചെക്ക് ചെയ്തിട്ട് നമ്മളെ കയറ്റി വിടാറുണ്ട്. അപ്പം ഞങ്ങളൊക്കെ ഇവിടെ ഇറങ്ങി വന്ന് ഫ്രഷൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. കാറിൻ്റെ എൻട്രി ഫീ വന്ന് 50 രൂപയും പിന്നെ ഞങ്ങൾക്ക് 6 ആൾക്കും കൂടി 180 രൂപയാണ് ആയത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ടെൻഷനായിട്ടോ, നല്ല മഴ പെയ്താൽ പിന്നെ നമുക്ക് എന്തെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റുമോ എന്നൊക്കെ. ഞങ്ങൾ ടൈഗറിനെയൊക്കെ കാണാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്നത്. മോർണിംഗ് സഫാരി എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ മോർണിംഗ് സഫാരി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ശരി പോട്ടെ, ഉച്ചയ്ക്ക് എടുത്താലും കൂടി എന്തിനെങ്കിലുമൊക്കെ കാണാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നത്. ഞങ്ങൾ ടൈഗർ കണ്ടൊന്നും നിങ്ങൾക്കും കൂടി അറിയണ്ടേ? അത് അറിയണമെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. പോകുന്ന വഴി ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെയൊന്നും നിർത്തിയില്ല, നേരെ ഫോറസ്റ്റിനുള്ളിൽ കൂടെ പോയി. ഞങ്ങൾ ഇതുവരെ ആരും വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഞങ്ങളുടെ ഒരു കസിൻ വന്നിട്ടുണ്ട്. പക്ഷെ ആള് ഗേറ്റ് ഇടുമ്പോൾ പറഞ്ഞു ഇതൊന്നുമല്ല എൻട്രൻസ്, ഇതൊന്നുമല്ല പറമ്പിക്കുളം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളിരുന്നത്. ഞങ്ങൾ പോയ ദിവസം ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഉച്ചയാണെങ്കിൽ കൂടി വെയിലൊന്നും അറിയുന്നേ ഉണ്ടായിരുന്നില്ല. നല്ല തണുപ്പൊക്കെ ആയിരുന്നു, നല്ല വൈബായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഈ ബസ് ഞങ്ങളുടെ മുമ്പിലുള്ളതുകൊണ്ട് കുറച്ച് ഷോവായിരുന്നു കേട്ടോ. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഓവർടേക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ബാക്കിൽ തന്നെ പോയി. പിന്നെ ഞങ്ങളിതാ വേറൊരു എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടോ. പിന്നെ ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഇത് എവിടെയാണ് എന്താണെന്നൊക്കെ. അവിടെയും ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇവിടെ ആയിരിക്കും എൻട്രൻസ് എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മൂവ് ചെയ്യുന്നത്. അപ്പോഴാണ് ഒരു സിംഹവാല കുരങ്ങൻ ചാടി പോകുന്നത്. ഒരുപാട് കുരങ്ങന്മാരനെ കാണാൻ പറ്റും കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ. ഞങ്ങൾ കണ്ട ഫസ്റ്റ് അനിമൽ എന്ന് പറഞ്ഞാൽ ഈ സിംഹവാല കുരങ്ങനാണ്. ഇത് പിന്നെ വേറൊരു എൻട്രൻസ് ആണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അവിടെ എന്താ സംഭവം നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അവിടെ ആക്ച്വലി കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു, പിന്നെ കുറേ കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങി നോക്കിയത്. അപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒന്നുമില്ല, അത് ചുമ്മാ ഫ്രഷ് ആവാനും അങ്ങനത്തെ കുറച്ച് ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ചായ കുടിക്കാനൊക്കെ നിർത്തുന്ന ആൾക്കാരാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായയും കുടിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് കാട്ടിലോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾ കുറേ ദൂരം പോയപ്പോഴാണ് അവിടെ വെൽക്കം ടു കേരള എന്നൊക്കെയുള്ള ഒരു ബോർഡ് കണ്ടത്. ഇത് വേറൊരു എൻട്രൻസ് ആണ്. അവിടെ പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്നൊക്കെ എഴുതിയിട്ട് ഒരു കവാടം പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ്. പിന്നെ ഇവിടെ കുറച്ച് ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തോ ടിക്കറ്റൊക്കെ എടുക്കണം. സോ ഞങ്ങൾ അവിടെ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ സൈഡാക്കി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. ഇവരവിടെ ഇൻഫർമേഷൻ ഓഫീസ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കേട്ടോ. അതും കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ ടിക്കറ്റൊക്കെ എടുത്ത് ഇറങ്ങുമ്പോഴേക്കും ചെറിയ മഴയും തുടങ്ങി. മഴ ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ചുകൂടി കേട്ടോ. പിന്നെ ഈ പറമ്പിക്കുളത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ, അതായത് ഒരു മാപ്പ് ഫുൾ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതും നോക്കാം, എങ്ങനെയാണ് പോകേണ്ടത് കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ സ്റ്റേ ഉണ്ട്, പക്ഷെ നമ്മൾ ആദ്യം തന്നെ ബുക്ക് ചെയ്യണം. ഞങ്ങൾ പിന്നെ 1 ഡേ ട്രിപ്പ് പോലെയാണ് വന്നത്, ബുക്കൊന്നും ചെയ്തില്ല. ഞങ്ങൾ നൈറ്റ് പ്ലാൻ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ ഇറങ്ങിയതാണ്. ഇവിടുത്തെ എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻസിന് 30, ഫോറിനേഴ്സിന് 335, സ്റ്റുഡൻസിനൊക്കെയാണ് 15, അങ്ങനെ ഓരോ ഇതുണ്ട്. പിന്നെ സഫാരി എടുക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയിലാണെങ്കിൽ 400 അങ്ങനെ എന്തോ ആണ്. എവിടെ ഈ മഴ നമ്മളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടോ? നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയത് മഴ നല്ലോണം കൂടി. ഞങ്ങൾ വേഗം ഓടി വന്നിട്ടോ. പക്ഷെ ഇവർക്ക് ഓടാൻ മഴ കൊണ്ടാലും ഞങ്ങൾ ഓടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും വരുന്നത്.
മഴയൊക്കെ കൊണ്ട് ഞങ്ങൾ പിന്നെയും വണ്ടിയിലേക്ക് കയറിയിട്ടോ. ഇനി നെക്സ്റ്റ് എൻട്രൻസ് പോയിന്റ് എവിടെയാന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. വല്ല മൃഗങ്ങളെ കാണുമെന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. കടുവയൊക്കെ കാണുമോ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചു. പക്ഷെ എവിടെ, ഇവിടെയൊന്നും കടുവയൊന്നും കണ്ടില്ല. പിന്നെ ഇനിയും ഉള്ളിലേക്ക് പോയാൽ കാണാൻ പറ്റുന്നില്ല പ്രതീക്ഷയിലാണ് ഞങ്ങളേതായാലും പ്രതീക്ഷയൊന്നും കൈവിട്ടില്ല. എന്തായാലും ജംഗിൾ സഫാരി അല്ലേ, അപ്പോൾ അടിപൊളി വ്യൂ തന്നെ ആയിരിക്കും, എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു. ഇവർ രണ്ടുപേരും എന്താ ഇപ്പം ഏതെങ്കിലും മൃഗങ്ങളെ കണ്ടുപിടിക്കുന്നു പറഞ്ഞിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാളും കണ്ണെടുക്കാതെ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാനാണ് ഫസ്റ്റ് മൃഗങ്ങളെ കാണാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ചൂസ്. ഇതാ പിന്നെ നെക്സ്റ്റ് ഒരു എൻട്രൻസ്. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ സഫാരിയൊക്കെ പോകുന്നത്. ഇവർക്ക് തന്നെ ഇവിടെ ഒരു സഫാരി പോകാൻ വേണ്ടി ഒരു വണ്ടിയുണ്ട്. 40 പേരെന്തോ ആണ് മാക്സിമം. അങ്ങനെ അത് ഫില്ലായാൽ മാത്രമാണ് നമ്മുടെ പ്രൈവറ്റ് വണ്ടിയിലേക്ക് അവർ വിടുള്ളൂ. മിനിമം 35 മെമ്പേഴ്സ് എങ്കിലും വേണം അവിടുത്തെ വണ്ടിയിൽ സഫാരി പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ പോയ ദിവസം എന്ന് പറഞ്ഞാൽ തിരക്ക് കൊണ്ടാണ് അവിടെ വണ്ടി ഇല്ലാത്തത്. അവിടെ ആകെ 2-3 വണ്ടി ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം ഫുള്ളാണ്. അതുകൊണ്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ വണ്ടിയിൽ പോകുമെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ ഓക്കെയും പറഞ്ഞു. അപ്പോൾ അവരുടെ ആ ഒരു ഗൈഡിനെയും കൂടി നമ്മുടെ കൂടെ വിടും. അപ്പം ഞങ്ങളുടെ വണ്ടിയിലാണെങ്കിലോ ഗൈഡിന് കയറാനില്ല, സ്ഥലവും ഇല്ല. ഞങ്ങളുടെ വണ്ടിയിൽ ഓൾറെഡി 6 ആൾക്കാരുണ്ട്, പിന്നെ എവിടെ നിന്ന് കയറാനാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ പോയ വണ്ടിയിൽ 2 ആളേ ഉള്ളൂ, അപ്പോൾ ആ വണ്ടിയിൽ ഗൈഡ് കയറും, അപ്പം നിങ്ങൾ ആ വണ്ടീനെ ഫോളോ ചെയ്ത് പോയാൽ മതി. അപ്പം ഞങ്ങൾ ഓക്കെയും പറഞ്ഞ് ഞങ്ങൾ അവരിനെ ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങി. ഇവിടെ ഒരു 5 വ്യൂ പോയിന്റ് ഉണ്ട് കാണാനെന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. പിന്നെ ഇതൊരു 56 കിലോമീറ്ററാണ് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഞങ്ങൾ പോയപ്പോൾ നല്ലൊരു മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് പോയത് ഈ ഒരു വ്യൂ പോയിന്റിലേക്കാണ് പോയത്. ഞങ്ങൾ ഫോളോ ചെയ്ത് പോകുന്ന കാറാണ് കേട്ടോ ഞങ്ങളുടെ തൊട്ട് മുമ്പിലുള്ളത്. അതിലാണ് ഗൈഡ് ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാറിനെ ഫോളോ ചെയ്ത് മാത്രമേ പോകാൻ പറ്റൂ. പിന്നെ ഫോറസ്റ്റിനുള്ളിൽ വണ്ടിയൊന്നും നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന പോയിന്റ്സിൽ മാത്രമേ വണ്ടികളൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. ആ ചേച്ചി ഇറങ്ങിയിട്ട് ഈ സ്ഥലങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരാണ് കേട്ടോ. അത് ഞങ്ങൾ പറയുന്നതിനേക്കാട്ടും കൂടുതൽ ആ ചേച്ചി പറയുന്നതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക. 1950 കാലഘട്ടത്തിൽ ഈ സ്ഥലം വന്ന് തമിഴ്നാട് കൺട്രോളിലായിരുന്നു. ഈ സമയം മദ്രാസ് അണ്ടർക്കിലായിരുന്നു. ഈ സമയത്ത് എന്ത് ചെയ്തു, തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജ് അല്ലേ, അദ്ദേഹം എന്ത് ചെയ്തു, തമിഴ്നാട് മക്കൾക്ക് വേണ്ടി കുടിക്കാനും അഗ്രികൾച്ചറിന് വേണ്ടി വലിയ ഒരു പ്രോജക്റ്റ് ഒക്കെ ഉണ്ടാക്കി. പ്രോജക്റ്റിന്റെ പേര് പറമ്പിക്കുളം മാളിയാർ പ്രോജക്റ്റ് ആണ്. ഈ പ്രോജക്റ്റിൽ 10 ഡാം പണിഞ്ഞു. 10 ഡാമും അണ്ടർക്കിൽ കണക്ട് ആണ്. ഒരു ഡാമിൽ നിന്ന് ഇനി ഒരു ഡാം അണ്ടർക്കിൽ കണക്ട് ആണ്. ഇപ്പൊ കാണുന്ന ഈ ഡാമിന്റെ വെള്ളം 17 കിലോമീറ്റർ ചുറ്റളവിൽ വെള്ളം സ്റ്റോറേജ് ചെയ്ത് അണ്ടർക്കിൽ തമിഴ്നാട്ടിൽ കൊണ്ടുപോകാണ്. ഈ ഡാമിക്ക് എങ്ങനെ വെള്ളം വരണം പറഞ്ഞാൽ ഒന്ന് മഴവെള്ളം, ചുറ്റിയുള്ള മഴവെള്ളം ഇവിടെ സ്റ്റോറേജ് ചെയ്യണം. ഈ മഴയുടെ അപ്പുറത്താണ് നമ്മൾ പോകുന്നത്. ഈ മഴയുടെ അപ്പുറത്ത് വലിയ ഡാം ഉണ്ട്, പറമ്പിക്കുളം ഡാം. അവിടെ നിന്ന് ഈ മഴ കുടഞ്ഞ് 4 കിലോമീറ്റർ ടണൽ വഴി കൂടെ വന്ന് വെള്ളം സ്റ്റോറേജ് ചെയ്യാം. ഇപ്പൊ നമുക്ക് കാണുന്ന വെള്ളം എല്ലാം 6 കിലോമീറ്റർ ഓപ്പൺ കടാണും 8 കിലോമീറ്റർ ഇതേപോലെ മഴയെ കുടഞ്ഞ് തമിഴ്നാട്ടിലേക്ക് സർക്കാർ ബദി പറഞ്ഞ സ്ഥലത്തേക്ക് വെള്ളം കൊണ്ടുപോയിട്ട് സാർ അവിടെ നിന്ന് കറണ്ട് എടുത്ത ശേഷം ആളിയാർ തിരുമത്തി ഡാമിൽ സ്റ്റോറേജ് ചെയ്ത് അവിടെ നിന്ന് തമിഴ്നാട്ട് മക്കൾക്ക് കുടിക്കാനുള്ള അഗ്രികൾച്ചറിനുള്ള വെള്ളം ഇത് ചെയ്യാണ്. പിന്നെ ഇത് വന്ന് കേരള ഗവൺമെന്റ് കൺട്രോൾ ആയതിനു ശേഷം നമ്മൾ അഗ്രിമെന്റ് പ്രകാരം കേരളത്തിലേക്ക് 5 DMC വെള്ളം തമിഴ്നാട്ടിൽ നിന്ന് ചിറ്റൂർ പുഴ വഴി കൂടെ വെള്ളം കൊണ്ടെത്തി. കുറച്ച് തമിഴ്നാട്ടിൽ കുറച്ച് സ്ഥലം കേരളത്തിലാണ്, പക്ഷെ തമിഴ്നാട്ടിൽ ഡാം മാത്രം ഇവിടെയുള്ള എല്ലാ ഡാമും തമിഴ്നാട് കൺട്രോളാണ്. ആ ചേച്ചി ഞങ്ങൾക്ക് നല്ല പോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ. നല്ലൊരു ചേച്ചി തന്നെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ ആ ലൊക്കേഷനൊക്കെ കണ്ടേ ഞങ്ങൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ്. അവിടെ ചെറിയ മഴകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും മൃഗങ്ങളുടെ ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. ചെറിയ മാനിനെയൊക്കെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. വേറെ കടുവ എനിക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്നാലും നോക്കാം, ഇനിയും ടൈം ഉണ്ടല്ലോ, നമുക്ക് എന്താ കാണാൻ പറ്റുകയെന്ന് നോക്കാം. നമ്മൾ പക്ഷേ ഈ കാറിനെ ഫോളോ ചെയ്ത് തന്നെ പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വേറൊരു വ്യൂ പോയിന്റിലെത്തി. അവിടെ ആക്ച്വലി ഒരു ഏരിയയിൽ ട്രൈബ്സ് താമസിക്കുന്നുണ്ടെന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞത്. അതിനെക്കുറിച്ചും ചേച്ചി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ചേച്ചി പറയുന്നത് തന്നെ കേട്ടു. 1438 മീറ്റർ ഉണ്ട്. ഇവിടെ 4 തരത്തിലെ ട്രൈബൽസ് ഉണ്ട്. കാടർ, മുതുവാസ്, മലസർ, മലമലസർ. ഈ 4 തരം ട്രൈബൽസിന് 6 സെറ്റിൽമെന്റ് ഉള്ളിലുണ്ട്. 6 കിലോമീറ്റർ 13 കിലോമീറ്റർ 8 കിലോമീറ്റർ ഉള്ളിലാണ്. ഈ മഴയുടെ അടിവാരത്തിൽ മുതുവാസ് പറഞ്ഞ ഒരു ട്രൈബൽസ് ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ആൾക്കാരാണ്. അവര് വെജിറ്റേറിയൻ, ആദ്യകാലത്തൊക്കെ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ഒരു ട്രൈബൽസ് ആണ്. ഇപ്പൊ ഓർഗാനിക്കലി ഏലക്കായ് കുരുമുളക്, അതിന്റെ തൊഴിൽ എന്താ വെച്ചാൽ ഏലക്കായ് കുരുമുളക് കൃഷിയാണ് അവരുടെ.
അപ്പോഴത്തേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടോ. അപ്പം ഞങ്ങൾ വേഗം തന്നെ ഓടി കാറിൽ കയറിയപ്പോഴാണ് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയത്. അപ്പം ചേച്ചിനോട് പറഞ്ഞു, ഇനി നമുക്ക് ഫുഡ് മതി ചേച്ചി, എന്നിട്ട് ബാക്കി നമുക്ക് കറങ്ങാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഹോട്ടലൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ, കുറച്ച് ഹോട്ടൽ മാത്രമേ ഉള്ളൂ. സോ ഞങ്ങൾ നേരത്തെ ചേച്ചി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഫുഡ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. പിന്നെ പോകുന്ന വഴിക്ക് ചെറിയൊരു ഷോപ്പ് കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം വന്ന് കാറിൽ കയറി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഞങ്ങളുടെ കൂടെ വന്ന ചേച്ചീൻ്റെ വീട് ഇവിടെ തന്നെയാണ്. ഞാൻ പോയിട്ട് അവിടെ പോയി ഫുഡ് കഴിക്കാൻ, നിങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ വിട്ടത് കേട്ടോ. ഒരു ചെറിയ ഹോട്ടൽ തന്നെയാണ്. പക്ഷെ ഇവിടെ വേറെ ഹോട്ടലുകളൊന്നുമില്ല. അങ്ങനെ 2-3 ചെറിയ ഹോട്ടൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഉണ്ടായിരുന്നത് ആകെ ചോറും ബിരിയാണിയാണ്. ഞങ്ങളുടെ കൂടെ വന്ന 2 പേര് ബിരിയാണിയും ബാക്കി എല്ലാവരും ചോറുമാണ് ഓർഡർ ചെയ്തത്. സത്യം പറയായിരുന്നെങ്കിൽ ബിരിയാണി ഒട്ടും കൊള്ളില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അവൻ കഴിക്കുകയാണ്. വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ ആൾ കഴിച്ച് കാണിച്ചെന്നാണ്. മീൽസ് കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല മീൽസ് ആയിരുന്നു. ഫിഷ് ആണെങ്കിൽ നല്ല ഫ്രഷ് മീനായിരുന്നു. ഡാമിൽ നിന്ന് പിടിച്ചതാണല്ലോ, അപ്പോൾ ഫ്രഷ് ആയിരിക്കുമല്ലോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. അപ്പോഴത്തേക്കും ആ ചേച്ചി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെയും വെയിറ്റ് ചെയ്ത് ആ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവർ പറഞ്ഞു ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചങ്ങാടമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ മഴ ആയതുകൊണ്ട് പോകാൻ പറ്റുമോ അറിയില്ല പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ അവിടേക്ക് പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ടിക്കറ്റ് തരാം, പക്ഷേ വേറൊരു ഏരിയയിലാണ്, നമുക്ക് പറയാൻ പറ്റില്ല, മഴയാണെങ്കിൽ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ വേണ്ട, മഴയല്ലേ, റിസ്ക് അല്ലേ, ചങ്ങാടം എന്ന് പറയുമ്പോൾ പിന്നെ എന്തായാലും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടേക്ക് പോകണ്ടാൻ തീരുമാനിച്ചു. ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയി. ഒരു അടിപൊളി പ്ലേസ് തന്നെയായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ ആ ചേച്ചി ഞങ്ങൾക്ക് പറയുന്നത് അവിടെയാണ് ബോട്ടിങ് കാര്യങ്ങളൊക്കെ, പക്ഷെ മഴ ആയതുകൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റാത്തത്, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ പിന്നെ വരാം ചേച്ചി, ഇപ്പോൾ വെറുതെ റിസ്ക് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. അവിടെ കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ് കേട്ടോ. അപ്പോഴാണ് ഈ കുരങ്ങിനെ കാണുന്നത്. പിന്നെ കുറച്ച് നേരം ഈ കുരങ്ങിനെ നോക്കിയിരുന്നു കേട്ടോ. ഇവിടെ ഒരുപാട് കുരങ്ങുണ്ട്, എവിടെ തിരിഞ്ഞ് നോക്കിയാലും കുരങ്ങന്മാരാണ് ഇവിടെ. ഇതാണ് അടുത്ത ലൊക്കേഷൻ. ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാൻ വേണ്ടി പോവാണ്. പിന്നെ ഇവിടെ ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റില്ല, കാരണം അവർക്കൊരു ടൈമിംഗ് ഉണ്ട്, ഇത്ര മണിക്കൂറിനുള്ളിൽ തിരിച്ചെത്തണമെന്ന്. സോ കുറച്ച് ടൈം മാത്രമേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വെച്ച് എങ്ങനെ ഉണ്ടാവുമെന്ന് കാണാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ. കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു രക്ഷയില്ല, അടിപൊളി ഇത് തന്നെയായിരുന്നു. നല്ലപോലെ വെള്ളച്ചാട്ടമുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയുന്നില്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ പറ്റിയൊരു പ്ലേസ് ആയിരുന്നു. ഫുൾ മറ്റൊരു പച്ചപ്പോണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കായിരുന്നു. പിന്നെ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരിച്ചു വിട്ടോ. അവിടെ നിന്ന് ചെയ്ത ഒരു അശോകസ്തംഭാണ് 1961 നമ്മളെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു ഇനാഗ്രേഷൻ ചെയ്തത്. ശരി, ഇവിടെ ഒരു തേക്കുമരമുണ്ട്, ഏറ്റവും വലിയ തേക്കുമരമാണ്. അത് കാണണമെന്നായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം. പക്ഷെ അത് കാണാൻ വേണ്ടി നമ്മുടെ കാറിൽ പോകുന്നത് റിസ്ക് ആണ്, കാരണം അത് ഓഫ് റോഡാണ്. ഒരു 6 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട്. പക്ഷെ അതിനെന്താ വഴിയെന്ന് ആലോചിച്ച് ഞങ്ങൾ കുറേ അവിടെ നിന്ന് ആലോചിച്ചു. അപ്പോഴാണ് ഒരു സൊല്യൂഷൻ പറഞ്ഞത് വേറൊരു വണ്ടിയിൽ കയറി പോവാന്ന്. പക്ഷെ അതിനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ ചോദിച്ചപ്പോൾ ആക്ച്വലി വണ്ടിയെല്ലാം ഫുള്ളാണ്, അതുകൊണ്ട് അത് ഓപ്ഷൻ ഇല്ല. പിന്നെ നമ്മൾ ഈ കാറിൽ തന്നെ പോവാന്ന് തീരുമാനിച്ച് ഞങ്ങൾ ആ ഗൈഡായ ചേച്ചിനെയും കൂടി ഈ വണ്ടിയിൽ വിളിച്ച്. പക്ഷെ ചേച്ചി പറഞ്ഞു ഈ കാറിൽ പോകാൻ പറ്റില്ല, ചിലപ്പോൾ അടിയൊക്കെ തട്ടും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞങ്ങൾ ഇല്ല കുഴപ്പമില്ല, നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് പോവാൻ തീരുമാനിച്ചു. ഞങ്ങളെല്ലാവരും ബാക്ക് സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും ആ മരം കണ്ടിട്ടേ പോലൂന്ന് തീരുമാനിച്ചിട്ടാണ് ഇവരിവിടെ ഇരിക്കുന്നത്. 4 തരത്തില് കാടർ, മുതുവാസ്, മലസർ, മളമനസർ, അങ്ങനെ 4 തരത്തിൽ ട്രൈബൽസ് ഉണ്ട്. എല്ലാം 6 സെറ്റിൽമെന്റ് ആയിട്ട് ഉള്ളിലുണ്ട്. കൊറേ ഉള്ളിലാണ്, 8 കിലോമീറ്റർ 13 കിലോമീറ്റർ ഉള്ളിലാണ്. കാടിനുള്ളില് അവര് എന്താണ് ജോലിയെല്ലാം? ജോലി മെയിനായിട്ട് ഇവര് മീൻ പിടിത്തലോ തേൻ എടുത്തലോ ഇത് തന്നെ. കാട്ടു സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് ഫോറസ്റ്റ് അണ്ടക്കിലോ ഷോപ്പില്ലേ അവിടെ കൊണ്ടുപോയി കൊടുക്കും. അവര് ക്യാഷ് ആയിട്ട് ഇവർക്ക് കൊടുക്കും. അങ്ങനെ തന്നെ വരുമാനം. പിന്നെ നമ്മളെ പോലെ ടൂറിസം ബില്ല് കുറച്ച് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അതില് നല്ല ഇവർക്ക് നല്ല നമ്മുടെ കേരള ഗവൺമെന്റും നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും നല്ല സപ്പോർട്ടിങ് ആണ്. അവർക്ക് നല്ല ഗവൺമെന്റ് ജോലി ആൾക്കാരും ഉണ്ട് ഇവിടെ. BFO ആയിട്ടും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാം കുറെ പേര് ജോലിയിലുണ്ട്. എല്ലാ വീട് 643 സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ പറമ്പിക്കുളം മേഖല. ഇതില് വന്ന് ഇവിടെ ജനങ്ങളില്ലേ അവർക്ക് ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലാതെ കൊണ്ട് ഈ ഫോറസ്റ്റ് അണ്ടർക്കുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് ഈ ടൂറിസം ഫീൽഡ്. ഇപ്പൊ ടൈഗർ, സാധാരണ ടൈഗർ ഇല്ലേ ഇവിടെ നിലവിൽ എനിക്കറിഞ്ഞ ഇവിടെ 38 ടൈഗർ ഉണ്ട്. ഈ ടൈഗറില്
ഒരു ടൈഗറിന്റെ ടെറിറ്ററി ആയാലും 20-30-40 കിലോമീറ്റർ ഒന്നേ ഉണ്ടാവുള്ളൂ പറയുന്നത്. ടെറിട്ടറി ഉണ്ട്. അപ്പൊ നമ്മൾ എത്ര കിലോമീറ്റർ കൊടുത്തിട്ടുണ്ട്? വെറും 60 കിലോമീറ്റർ. അതിൽ 60 കിലോമീറ്റർ മാത്രമേ നമ്മൾ ടൂറിസം ചെയ്യാൻ അനുമതിയുള്ളൂ. ഓക്കെ. അപ്പൊ അത് കാരണം നമ്മൾ ഈ 60 കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോ കിട്ടുന്ന അനിമൽസേ നമ്മൾക്ക് കാണാൻ പറ്റുള്ളൂ. കൂടിപ്പോയ 2 ടൈഗർ അല്ലേ. ടൈഗർ അവര് പുറത്ത് വന്നാലേ കാണാൻ പറ്റും. ഈ നവംബർ, ഡിസംബർ, ജനുവരി സീസണില് ടൈഗറിന്റെ മാറ്റിംഗ് സീസൺ ആണ്. അപ്പൊ ഞാൻ കണ്ടത് ഒരു 13-ാം തീയതി എന്തോ ടൈഗർ കണ്ടിട്ടുള്ളൂ. ജനുവരി 13-ാം തീയതി. നമ്മൾ കാണുമ്പോ തന്നെ ആശയാണ് ടൈഗറിനെ കാണാൻ. ലെപ്പേഡ് കാണാറുണ്ട്. ലെപ്പേഡ് ഇതൊക്കെ അങ്ങനെ അറ്റാക്ക് ചെയ്യാറില്ല. അയ്യേ, അങ്ങനെയൊന്നുമില്ല. ഹ്യൂമൻ അറ്റാക്ക് ഇതുവരെ ഇവിടെ നടന്നിട്ടേ ഇല്ല. ടൈഗർ നമ്മൾ തേക്കുമരം കാണാൻ വേണ്ടിയിട്ടാണ് ചേച്ചിനെ ഈ വണ്ടിയിൽ വിളിച്ച് കയറ്റിയത്. പിന്നെയും ഞങ്ങൾക്കൊരു ഡൗട്ട്, പോയാൽ വല്ല റിസ്ക് ഉണ്ടാവുമോ എന്നൊക്കെ. പിന്നെ അവിടെ നിന്ന് വേറൊരു ഏട്ടനോട് ചോദിച്ചു, ഏട്ടന്മാരെ വേണ്ട, പോകണ്ട, റിസ്ക് ആയിരിക്കും, വണ്ടി എന്തായാലും അടി തട്ടും, ഭയങ്കര പ്രശ്നമായിരിക്കും, ഞങ്ങളുടെ ഒരു വണ്ടിയെ ഇപ്പം കേട് വന്നിട്ട് കെട്ടി വലിച്ച് കൊണ്ടുപോയിരിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഓക്കെ, എന്നാൽ പിന്നെ വേണ്ട, ഞങ്ങൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അവിടുത്തെ വണ്ടിയിൽ തന്നെ പോവാന്നൊക്കെ തീരുമാനിച്ചു. ഞങ്ങൾ വേണ്ട, ഞങ്ങൾ തിരിച്ച് പോവാന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടോ. അപ്പോഴാണ് ഞങ്ങൾക്ക് വേറൊരു പണി കിട്ടുന്നത്. ശരിക്കും പോയിരുന്നെങ്കിൽ ഞങ്ങൾ കുടുങ്ങിപ്പോയേനെ. ഞങ്ങൾ അങ്ങോട്ട് പോകേണ്ട ആ ടേണിങ്ങിൽ എത്തി കുറച്ച് മുന്നോട്ട് വന്നതും ഞങ്ങളുടെ കാർ ഒരു പണി തന്നു. അതാണെങ്കിൽ സ്റ്റാർട്ട് ആവുന്നില്ല. പെട്ടെന്ന് വണ്ടി ഓഫായി പോയി. ഞങ്ങൾക്കാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു നോക്കി ബാറ്ററി ഡൗൺ ആയതായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ അത് ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാക്കാൻ നോക്കി. പക്ഷെ എവിടെ, അതൊന്നും ശരിയായില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഉന്താം, നമുക്ക് എല്ലാവരും കൂടി തള്ളാം. തള്ളിയ വണ്ടി മൂവ് ആവുന്നില്ല ഇതിലായി. പിന്നെ അങ്ങനെ എല്ലാവരും കൂടി തള്ളാൻ തുടങ്ങിട്ടോ വണ്ടി. ഇതെപ്പം ഞാൻ ശരിയാക്കി തരാം, ഇത് തള്ളൊന്നും വേണ്ട, ഞാൻ ഇപ്പം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ ആള് പിന്നെ പറഞ്ഞു വേണ്ട, നമുക്ക് തള്ളാം, അതായിരിക്കും നമ്മുടെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞ് ആള് എന്നെ ഫസ്റ്റ് തള്ളാൻ തുടങ്ങി. അതാ കുട്ടു ഒരു പടി കൊടുത്തു. അവൻ അവിടെ ബ്രേക്കും പിടിച്ചിട്ടാണ് ആള് നിൽക്കുന്നത്. ഹാൻഡ് ബ്രേക്ക് അവൻ എടുത്തിട്ടേ ഇല്ല. ഇവർ തള്ളിയിട്ടാണെങ്കിലും മൂവ് ആവണമില്ല. പിന്നെ അയ്യോ സോറി, എൻ്റെ ഹാൻഡ് ബ്രേക്ക് ഞാൻ എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. പിന്നെയാണ് അവൻ ഹാൻഡ് ബ്രേക്ക് ഒക്കെ റിമൂവ് ചെയ്തിട്ടാണ് ഇവർ തള്ളാൻ തുടങ്ങിയത്. എന്തായാലും ഒരു അടിപൊളി പണി തന്നെയായിരുന്നു. അതും ഫോറസ്റ്റിൻ്റെ നടുക്ക്, വേറൊരു ഓപ്ഷനും ഇല്ല നമുക്ക്. വല്ല കാട്ടാനയൊക്കെ വന്നാലോ എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ ആ വണ്ടി തള്ളി സ്റ്റാർട്ട് ചെയ്തു. അപ്പം ചേച്ചി പറഞ്ഞു വാ, ഇനി ഇവിടെ നിൽക്കേണ്ട, റിസ്ക് ആണ്, നമുക്ക് വേഗം കയറി പോവാന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി വണ്ടി കയറി പോവാൻ തുടങ്ങി കേട്ടോ. ആൾക്ക് കാറ് തള്ളിയിട്ട് കൈയൊന്നും വയ്യ ചാരുവിന്. അയ്യോ എൻ്റെ കൈയൊക്കെ വേദനിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ വേഗം വണ്ടി കയറി കേട്ടോ. ഇനിയും വണ്ടി എവിടെയെങ്കിലും വെച്ച് നിൽക്കുമോ എന്നൊക്കെ നല്ല ടെൻഷനായിരുന്നു. ആ ചേച്ചി ചോദിക്കണ്ടായിരുന്നു പേര് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? ഞങ്ങൾ ആ ഓക്കെയാണ്, ഭയങ്കര കോൺഫിഡൻസോടെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു വണ്ടി എടുത്തു കേട്ടോ. വണ്ടി എടുത്ത് കുറച്ച് ദൂരം പോകുമ്പോഴാണ് ഒരു വണ്ടി അവിടെ നിർത്തിയിട്ടിരുന്ന കാണുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് കാട്ടാനാന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കാട്ടാനെ കാണാൻ വേണ്ടി വണ്ടി നിർത്തി കേട്ടോ. എന്ത് വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് ഇറങ്ങി. പക്ഷെ വീഡിയോ എടുക്കാൻ അങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് ചേച്ചി പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ വരുന്ന റിവേഴ്സ് എടുക്കാമെന്ന് പറഞ്ഞ് കാർ റിവേഴ്സ് എടുത്തതും പിന്നെയും ഞങ്ങൾക്ക് ആ കാറ് പണി തന്നു. കാർ അങ്ങനെ ഓഫായാലും സാരമില്ല, ഞാൻ വീഡിയോ എടുത്തിട്ട് വരാം അച്ഛനും പറഞ്ഞിട്ട് സോനു പോയി വീഡിയോ എടുക്കാൻ പോയിട്ടോ. ആ ഗ്യാപ്പിൽ ഞങ്ങളും ഇറങ്ങി. എന്തായാലും കാർ ഓഫായിരുന്നു. അപ്പോൾ കാട്ടാനെങ്ങനെ നേരിട്ട് കാണാം. ചേച്ചി പറയണ്ടോ റിസ്ക് ആണ്, വേണ്ട വാ നമുക്ക് പോവാൻ, ഞാൻ തള്ളാടാ, നീ വീഡിയോ എടുക്കുന്നു പറഞ്ഞു. അപ്പൂന് ഒരു ഫോണും കൊടുത്തു പോയിട്ട് പിന്നെയും അവർ തള്ളാൻ തുടങ്ങി. ഇപ്പോഴും സെയിം പ്രൊസീജിയർ അവൻ ചെയ്തു കേട്ടോ. കുട്ടും ഹാൻഡ് ബ്രേക്ക് അവൻ ഇട്ടിട്ട് വെച്ചിട്ടായിരുന്നു വണ്ടി തള്ളാൻ പറഞ്ഞത്. വണ്ടി എവിടെ മൂവ് ആവുമോ? പിന്നെയാണ് സോനു പറഞ്ഞത് ആദ്യം ഹാൻഡ് ബ്രേക്ക് റിമൂവ് ചെയ്യും, എന്നിട്ട് ഞാൻ വണ്ടി തള്ളാം. പിന്നെ എങ്ങനെയൊക്കെയോ ഇവർ തള്ളി അത് പിന്നെയും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അത് സ്റ്റാർട്ടായതും ചേച്ചി പറഞ്ഞു വാ പോയി, ഇനി ഇവിടെ നിൽക്കണ്ട, റിസ്ക് ആണെന്ന്. പിന്നെ ഞങ്ങളെല്ലാവരും വേഗം ഓടി കാറിൽ കയറി കേട്ടോ. പിന്നെ ഞങ്ങൾ എവിടെയും നിർത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോഴാണ് ഇത് സിംഹവാലി കുരങ്ങന്മാർ കുറേ നിൽക്കുന്നത്. അതിന് വീഡിയോ എടുക്കാൻ വേണ്ടി പിന്നെയും കാറ് നിർത്തി. ചേച്ചി പറഞ്ഞു വേണ്ട, നിർത്തണ്ട വാ പോവാ, ഇനിയും പണി കിട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇല്ല ചേച്ചി, കാർ ഓഫ് ചെയ്യില്ല, നമുക്ക് നോക്കാമെന്നും പറഞ്ഞു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് നേരെ തിരിച്ചു പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ചേച്ചിനെ അവിടെ ഇറക്കി വിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ആ ചേച്ചി ആക്ച്വലി അടിപൊളി ചേച്ചിയായിരുന്നു. നല്ലപോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു ഞങ്ങൾക്ക് ആ ഫോറസ്റ്റ് എന്താണെന്നും എങ്ങനെയാണെന്നും അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ലപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. സോ ഞങ്ങളുടെ ചാനലിൻ്റെ പേരൊക്കെ ചേച്ചി ചോദിക്കുമായിരുന്നു, അതൊക്കെ ഞങ്ങൾ സേവ് ചെയ്ത് കൊടുക്കുമായിരുന്നു. വീഡിയോ വന്നാൽ കാണണേന്നൊക്കെ പറഞ്ഞിട്ടോ. ചേച്ചി നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ ചേച്ചിനോട് ഞങ്ങളൊരു ബായും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഇത്രയോ കുരങ്ങന്മാരെന്ന് പറയുമോ നമ്മളെ നോക്കിക്കൊണ്ട് നിൽക്കും. പിന്നെ അതിൻ്റെ ഭംഗിയും കുറച്ച് നേരം
ആലോചിച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്നു കേട്ടോ. അത് ഓരോ ആക്ഷൻസ് കാണിക്കുന്നുണ്ട്, പക്ഷെ പേടിയുണ്ട് കേട്ടോ അത് അടുത്ത് വരുമോന്നൊക്കെ. പക്ഷെ വലിയ കാര്യത്തിൽ അടുത്തൊന്നും വന്നില്ല. ഓക്കെ, നമ്മളതും കണ്ടു കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ചേച്ചി നടത്തുവോ? നല്ല കടി വരും, കുരങ്ങ് അടിച്ചിരിക്കുന്നത് കേട്ടിട്ടുണ്ടാ? അത്ര ഇൻഫെക്ഷൻ ആവും. നോക്കണ്ട് ഏതാ കുരങ്ങന്റെ പല്ല് കണ്ടിട്ടുണ്ടാ? ഞാൻ ഈ കുരങ്ങന്മാരുടെ ഫോട്ടോ എടുക്കാൻ പോയതാണ് കേട്ടോ. പക്ഷെ എവിടെ ഈ കുരങ്ങന്മാരുണ്ടോ സമ്മതിക്കുന്നത്? അവർക്ക് ഭയങ്കര ഡിമാൻഡാണ്. പിന്നെ എനിക്ക് കുറച്ച് പേടിയാണല്ലോ. പക്ഷെ ഇതെന്തെങ്കിലും തട്ടിപ്പറിക്കുമെന്ന് വെച്ച് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിയിട്ടോ. പിന്നെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് എന്താ മാനിക്കൂട്ടങ്ങൾ നിറയെ മാനുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം ഈ മാനിനെയൊക്കെ കണ്ട് നിൽക്കുമ്പോഴായിരുന്നു ഇച്ചൂസിന്റെ കയ്യിൽ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. ആ ചോക്ലേറ്റിന് കിട്ടാൻ വേണ്ടി ഈ കുരങ്ങനെ ഇച്ചൂസിലെ ചുറ്റുമായിരുന്നു. പക്ഷെ പോപ്പിക്കാണെങ്കിൽ അത് മനസ്സിലായോ ഇല്ല. പിന്നെ ഞാൻ അയ്യോ പോപ്പി ചോക്ലേറ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് അവൾക്ക് അത് കത്തിയത്. അവൾ അങ്ങനെ ആ ചോക്ലേറ്റ് വലിച്ചെറിഞ്ഞ് ആ കുരങ്ങന് കൊടുത്തു. അതിന്റെ കരച്ചിലാണ് ഇച്ചൂസ്. ആ കുരങ്ങനാണെങ്കിൽ ആ ചോക്ലേറ്റ് തിന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ആൾക്കാരെല്ലാവരും ഒരേ ചിരിയായിരുന്നു. ഇച്ചൂസ് ആണെങ്കിൽ കരച്ചിൽ നിർത്തുന്നുമില്ല. പിന്നെ വേറെ എന്തെങ്കിലും വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞ് അവളുടെ അച്ഛൻ അവളെ വിളിച്ചോണ്ട് പോവാണ് കേട്ടോ. എന്നിട്ടോ ആൾക്കാരെല്ലാം നോക്കണ്ടായിരുന്നു ഇച്ചൂസിനെ. എന്നിട്ടും കരച്ചിൽ മാറിയില്ല. അയ്യോ എൻ്റെ ചോക്ലേറ്റ് പോയി. ഇച്ചൂസിന് എപ്പോഴും ഇല്ലതാണ്. ഇച്ചൂസിന്റെ ഐസ്ക്രീം ഇതേപോലെ കുരങ്ങനെ കൊടുക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു. ഈ കുരങ്ങന്മാർ ആക്ച്വലി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മളെ വിട്ടു പോകില്ല. അത് ചുറ്റി തന്നെ വരും. അപ്പം നമ്മൾ എറിഞ്ഞു കൊടുക്കാന്നല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല. പക്ഷെ അത് ഇച്ചൂസിന് അറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയപ്പോഴാണ് അവിടെ ഒരു കാട്ടുപന്നീനെ കണ്ടത്. അതാണെങ്കിൽ അടുത്തോട്ട് വരുന്നുണ്ട്. അവിടെ നിറച്ചും കാട്ടുപന്നികളും കുരങ്ങനും കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇച്ചൂസിന് പോപ്കോൺ മതിയെന്ന് പറഞ്ഞ് ഇച്ചൂസിന് പോപ്കോൺ വാങ്ങാൻ പോയതാണ്. പോപ്കോൺ കഴിക്കിട്ടിയപ്പോൾ ഇച്ചൂസ് പറഞ്ഞു ഇതും കൊണ്ട് കാറിൽ പോകണം. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇച്ചൂസെ ഒരു രക്ഷയില്ല, പുറത്ത് നിറച്ചും കുരങ്ങന്മാരാണ്, നിന്റെ കയ്യിൽ നിന്ന് എന്തായാലും തട്ടിപ്പറിക്കും, അതുകൊണ്ട് നീ ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതി. പിന്നെ ഇച്ചൂസിന് അത് മനസ്സിലായി. സോ ഇച്ചൂസ് അവിടെ നിന്ന് ഫുള്ള് കഴിച്ചിട്ടാണ് കേട്ടോ പുറത്തിറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ പോപ്കോണൊക്കെ കഴിച്ച് തിരിച്ച് വണ്ടീൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഇതാ ഈ കുരങ്ങൻ ഞങ്ങളുടെ വണ്ടിയിൽ. ഇവനാണെങ്കിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്. അതാണ് ഈ കുരങ്ങൻ വിട്ടു പോവാത്തത്. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ ഈ കുരങ്ങനൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഈ ചൂസിന് നല്ല പേടിയായിരുന്നു. അതുകൊണ്ട് ആളങ്ങോട്ട് അടുത്ത് വരുന്നേ ഇല്ല. ഈ കുരങ്ങൻ പോയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയൊക്കെയോ ആ കുരങ്ങൻ വേറൊരു കാറിലേക്ക് കയറി. അങ്ങനെ ഞങ്ങൾ വേഗം ഞങ്ങളുടെ കാറിലും കയറി. ഇനി എങ്ങോട്ടും ഇല്ല, പറമ്പിക്കുളത്തിനോട് ബായും പറഞ്ഞ് ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നില്ല തീരുമാനത്തിലാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ എവിടെയെങ്കിലും വെച്ച് നിർത്തേണ്ടി വരുമോന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെ ബായും പറഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലോട്ടേക്ക് പോയി. പിന്നെ അവിടുന്ന് കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്തപ്പോഴാണ് പിന്നെയും ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അപ്പം റോഡ് സൈഡിൽ ഏതെങ്കിലും നല്ലൊരു കട കണ്ടാൽ നിർത്തണേ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം തന്നെ ഒരു കടയും കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിർത്തി. കുട്ടൂനെ സ്ഥിരം പതിവ് പോലെ അവനെ വണ്ടിയിൽ തന്നെ ഇരുത്തി. വണ്ടി ഓഫ് ചെയ്യാൻ പാടില്ലല്ലോ. അവിടെ പോയപ്പോൾ ഒരു ബോർഡിൽ ഒരു ഫുൾ ലിസ്റ്റ് ഉണ്ടായിരുന്നു. പാനിപൂരി, ബേൽപൂരി, മസാലപൂരി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയില്ലല്ലോ ഇവിടുത്തെ ടേസ്റ്റ് എന്താണെന്ന് എങ്ങനെയെന്ന്. കടയൊക്കെ ഓക്കെ ആയിരുന്നു, നല്ല നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൻ്റെ അടുത്ത് പോയി ചോദിച്ചു നീ വരണോന്ന് പറഞ്ഞു. വേണ്ട, വണ്ടി ഞാൻ ഓഫ് ചെയ്യുന്നില്ല, നിങ്ങൾ പോയി കഴിച്ചിട്ട് വാന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഒരു കാപ്പിയും പറഞ്ഞ് പാനിപ്പൂരിയും വാങ്ങിച്ചിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ പിന്നെയും വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞങ്ങളത് മാത്രമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ ഞങ്ങൾ വേഗം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ, കാരണം എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ, എന്നിട്ട് വേണമല്ലോ നെക്സ്റ്റ് ഓർഡർ ചെയ്യാൻ. കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി സാധനം തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളൊരു കോളിഫ്ലവർ ഫ്രൈയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് വാങ്ങാൻ പോയിട്ടോ. പിന്നെ ഒരു പാനിപ്പൂരിയും കൂടി ഞങ്ങൾ പിന്നെയും ഒന്നും കൂടി പറഞ്ഞു, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങളെല്ലാം കൂടി ഒരു കോഫിയും കുടിച്ച് എല്ലാം കഴിച്ച് തീർത്തിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് കാറിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ എവിടെയും നിർത്തിയില്ല കേട്ടോ. ഞങ്ങൾ നേരെ തിരിച്ച് എൻ്റെ വീട്ടിലേക്കാണ് പോയത്. പിന്നെ അവിടെ പോയിട്ടാണ് ബാറ്ററി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഏട്ടനെയും വിളിച്ചിട്ട് വന്നു, ഒരു പുതിയ ബാറ്ററിയൊക്കെ വാങ്ങിച്ചിട്ട്. പിന്നെ ബാറ്ററി മാറ്റിയിട്ടാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയത്. അപ്പം ഞങ്ങളുടെ പറമ്പിക്കുള്ള യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ, സപ്പോർട്ടും ചെയ്യണേ. ഓക്കെ, ബൈ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.